വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആൻഡോ. ചേട്ടാ, നീ എന്ത് ഓട്ടോ ഒന്നും പോയില്ലേ? അപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പ് ഓട്ടോ സ്റ്റാൻഡ് വെച്ച് നമ്മൾ കണ്ടില്ലേ? അതിനുശേഷം ഒരു ഓട്ടം പോയിട്ടല്ലേ ഞാനിങ്ങോട്ട് പോകുന്നത്. ഓ അതെ, ഈ സ്റ്റാൻഡിൽ എന്നെ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? അത് ഞാൻ പോകുന്നതിന് ശേഷം അവിടെ ആരെങ്കിലും അന്വേഷിച്ചു വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഓ എന്താ വല്ല വണ്ടി തട്ടുമുട്ടും അങ്ങനെ വല്ലതും ചെയ്തതാ? പോലീസ് വല്ലതും വരുമോ? അതൊന്നും അല്ലടാ. നീ ഇങ്ങോട്ട് വന്നേ, വാ. എന്താണ് എന്തേട്ടാ? എടാ അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നി ചേട്ടൻ ആകെ മൊത്തത്തിലൊന്ന് അമ്പരന്ന് മട്ടുണ്ട്. എടാ, എന്റെ വണ്ടിയിലുണ്ടല്ലോ ആരോ ഒരു പൊതിയിൽ കുറച്ച് പണം മറന്നു വെച്ചു പോയി. എന്നിട്ട് ഉടമസ്ഥന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് അയാളുടെ തന്നെയാ. ആരുടെ? അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, ആളെ കണ്ട എനിക്കറിയാം. ആ കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ നിന്നേ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ആളെ ഇറക്കിയത്. കാശ് കണ്ട ഉടനെ തിരികെ ചെന്ന് നോക്കിയെങ്കിലും ആളവിടെ ഒന്നും കണ്ടില്ല. ഞാൻ നമ്മുടെ സ്റ്റാൻഡിലാണ് ഓടുന്നതെന്ന് അയാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോന്ന്. സ്റ്റാൻഡിൽ അന്വേഷിച്ചിട്ട് ഒരു വിവരമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാമെന്ന് കരുതിയാ. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 8-ാം അധ്യായം 19-ാം വാക്യം. എന്തിന് എന്റെ പൊന്നു ചേട്ടാ മണ്ടത്തനം കാണിക്കല്ലേ? എന്താണ്? ഇതുകൊണ്ട് ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കട്ടെ. ചേട്ടന്റെ കാലക്കേടിന് ഇത് വല്ല കള്ളപ്പണമാണെങ്കിലോ ആദ്യം തന്നെ ചേട്ടനെ പിടിച്ചകത്തിടും. അതെന്തിനാ? എനിക്കിത് വണ്ടിയിൽ നിന്ന് കിട്ടിയതല്ലേ. അത് ചേട്ടനല്ലേ അറിയൂ. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. നീ ഇതെന്തൊക്കെയായി പറയണത്? അവരെ കുറ്റം പറയാൻ പറ്റുമോ ചേട്ടാ? പോലീസിനെ അവര് നിയമം വിട്ട് ഒന്നും ചെയ്യില്ല, ചേട്ടൻ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ചേട്ടൻ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്യും. എത്രയുണ്ട്? എന്ത്? ആ പൊതിയിലേ പണം എത്രയുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയില്ല. പണമാണെന്ന് കണ്ടപ്പോൾ തന്നെ അത് അങ്ങനെ തന്നെ എടുത്ത് പൊതിഞ്ഞു വെച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്തുണ്ടാവും. ചേട്ടൻ ഇത് വേറെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇപ്പൊ നിന്നോടാ ഞാനത് ആദ്യം പറയണത്. അത് ഏതായാലും നന്നായി. നമുക്ക് വണ്ടിയായിട്ട് ഇവിടെ അങ്ങോട്ട് മാറാം. എന്നിട്ട് എത്രയുണ്ടെന്ന് അങ്ങോട്ട് എണ്ണി നോക്കാം. എന്നിട്ട് ആ പണം നമുക്കങ്ങോട്ട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ ചേട്ടൻ കുറച്ച് കൂടുതലെടുത്തോ, കാരണം കിട്ടിയത് ചേട്ടനല്ലേ. ഞാനിത് ആരോടും പറയില്ല, ചേട്ടൻ ഇത് ആരോടും പറയുകയും ചെയ്യരുത്. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. ഓ ചേട്ടാ, ഇത് ചേട്ടന് ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നതാ. അത് ചേട്ടൻ തന്നെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കില്ല. ഇത് ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അയാളെ ഏൽപ്പിക്കാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. നിന്റെ അധരങ്ങൾ നീതിമൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 16-ാം വാക്യം. ചേട്ടാ, ചേട്ടന് വല്ല വട്ടുണ്ടോ? ഇത്രയും രൂപ ഒരുമിച്ച് കൈ കിട്ടിയിട്ടേ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാതെ ഉടമസ്ഥനെ അന്വേഷിച്ച് നടക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെയോ ചേട്ടൻ്റെ കാശാണ് ഇതുപോലെ വേറൊരാളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലേ അയാൾ നമുക്ക് ഈ പണം തിരിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, മനസ്സിൽ നന്മയുള്ളവരാണെങ്കിൽ തിരിച്ചു തരും. ഉണ്ടയാണ് ഉണ്ട. ചേട്ടാ, ചേട്ടൻ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണത്. കാശിന് അത്രയ്ക്ക് വിലയുള്ള ആളാണെങ്കിലേ പണം വണ്ടിയിൽ വെച്ച് മറന്നു പോവോ?
അപ്പൊ കാശിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഏതോ ഒരു കാശുകാരൻ മറന്നുപോയ പണം ജോണേട്ടന്റെ കയ്യിൽ ദൈവം എത്തിച്ചതാ. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ പണം അങ്ങോട്ട് എടുക്കണം. അതാണ് അതിന്റെ ശരിയായൊരു രീതി. ആൻഡോ, ഓ എന്തേട്ട പറഞ്ഞോ? അന്യന്റെ മുതലേ ആ അതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഞാനിത് ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ഏൽപ്പിച്ചിട്ട് വരാം. ചേട്ടാ പോലെ ചേട്ടാ, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ പോവാ. മുഴുവൻ എടുത്തില്ലെങ്കിൽ വേണ്ടെന്ന്, പകുതിയെങ്കിലും എടുക്ക്. കയ്യിൽ വന്ന സൗഭാഗ്യം കണ്ടില്ലെന്ന് നടിക്കരുത്. നീ മാറിയേ. എൻ്റെ ഈശ്വര, അതിനകത്ത് എത്രയുണ്ടെന്നാവോ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? റോസിലി, എന്താ? ആ വന്നോ? ചേട്ടനത് വിളിച്ചു പറഞ്ഞപ്പോ മുതല് വല്ലാത്ത ഒരു ആദ്യം വ്യാധിയാ ഉള്ളില്. ആരുടേതാണെന്ന് അറിഞ്ഞോ ചേട്ടാ? എന്നെ കൊണ്ടാവുന്ന വിധമല്ല ഞാൻ അന്വേഷിച്ചു. ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആരോടെങ്കിലും ചോദിച്ചോ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ ആരുടെയെങ്കിലും കാശ് കളഞ്ഞു പോയിട്ടുണ്ടെന്ന് ചോദിച്ചാലേ 10 മിനിറ്റിനുള്ളിൽ എവിടെ നിന്നെങ്കിലും ആളെത്തും. എന്റെ കാശാണെന്നും പറഞ്ഞ് വരുന്നവരോട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഈ പണം ചേട്ടൻ എന്ത് ചെയ്യാൻ പോണു? യഥാർത്ഥ ഉടമയെ എനിക്കറിയാലോ. ഏ ആ എന്ന് വെച്ചാ ആളെ കണ്ട എനിക്കറിയാന്ന്. അയാള് തിരക്കി പിടിച്ച് എൻ്റെ അടുത്ത് തന്നെ എത്തും. അതുവരെ നമ്മൾ സൂക്ഷിക്കണം. ഡേ, നാളെ കൂടി ഇതിന് ആള് വന്നില്ലെങ്കിൽ നമുക്ക് വിചാരിച്ചനെ പോയി കാണാം. എന്നിട്ട് അച്ഛനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ആ അത് മതി. ആ എന്നാലും ആ ആൻഡോന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ മനസ്സ് വന്നുന്നാ? ഏതാണ്ടോ എങ്ങനെ ചിന്തിച്ചു? ഒരു ഓട്ടോ ഡ്രൈവറാ, സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്നതാ. അവൻ പറയാ ഈ പണം നമുക്ക് വീതിച്ചെടുക്കാന്ന്, ആരും അറിയില്ലാന്ന്. എന്റെ വ്യാകുല മാതാവേ, എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളതെന്ന് നിനക്കറിയാലോ. അത് പിന്നെ എനിക്കറിയില്ലേ. എന്തിനാ ഏട്ടാ ഇങ്ങനെയുള്ളവരോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നത്? എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പ്രഭാഷകൻ 6-ാം അധ്യായം 6-ാം വാക്യം. എനിക്കറിയാമോ അവനിങ്ങനെ ഈ ഒരു മനസാക്ഷിയില്ലാത്ത വർത്തമാനം പറയുന്നു. എന്തായാലും ശരി, ഈ പണം ഇവിടെ സൂക്ഷിക്കണ്ട ഏട്ടാ. ദേ ഇപ്പൊ ആ ആൻഡോ പറഞ്ഞതുപോലെ ഈ പണം ഇവിടെ സൂക്ഷിച്ച കുറച്ചു ദിവസം കഴിയുമ്പോൾ നമുക്കും അങ്ങനെ തോന്നിയാലോ? വേണ്ട ഏട്ടാ, കയ്യോടെ തന്നെ ഇത് വികാരിച്ചനെ ഏൽപ്പിക്കുക. വേറെ ഒന്നുമല്ല റോസിലി, എൻ്റെ മനസ്സ് പറയുന്നത് അയാൾ ഇവിടെ അന്വേഷിച്ചെത്തുമെന്നാ. അയാൾ എന്നോട് വീട് എവിടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ആ കുരിശുപള്ളിയുടെ അടുത്താന്നൊക്കെ പറയുകയും ചെയ്തതാ. പേര് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. നീ ഒരു കാര്യം ചെയ്യ്, ആ പണം എടുത്ത് അകത്ത് വയ്ക്കും. എന്നിട്ട് ഒരു ചായ എടുത്തോ. എന്നാലും എൻ്റെ അളിയ, ഇത്രയും കാശ് എവിടെയെങ്കിലും വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ? ഈ ഒരു കാര്യം കേട്ടാൽ ഞാൻ പിന്നെ എന്താ പറയുക? ഇത് വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഈ പെങ്ങളവിടെ സ്പോട്ടിൽ വീണ് ചാകും. എടാ നീ അല്ലാതെ പിന്നെ നാളെ കഴിഞ്ഞ് സോഫി മോളുടെ വീട്ടുകാർ വരുമ്പോൾ അളിയൻ എന്താ പറയാൻ പോണത്? എന്താ ചെയ്യാൻ പോണത്? കല്യാണം കഴിഞ്ഞ് 2.5 വർഷത്തിനിടയ്ക്ക് എത്രമാത്രം ഒഴിവൊഴിവുകളാണ് ആ പയ്യനോടും വീട്ടുകാരോടും നമ്മൾ പറഞ്ഞത്.
ഇനിയിപ്പോൾ ഈ വിഷയം തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? നമ്മൾ നുണ പറയാണെന്നേ പറയൂ. ഓ ദൈവമേ, 2.5 പവൻ്റെ മാല കൊണ്ടേ പണയം വെച്ചത്. ഓ, ഇതെങ്ങാനും അളിയൻ്റെ പെങ്ങളറിഞ്ഞാലോ? 10 പൈസ പൊട്ടിക്കാത്ത പാർട്ടിയാ 2.5 പവൻ പണയം വെക്കാൻ തന്നിരിക്കുന്നത്. ഇതവൻ്റെ ഗൾഫിലെ ജോലിക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവരിത് തന്നിരിക്കുന്നത്. അതുകൊണ്ടാ 6 മാസം കഴിയുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞത്. ആ, അളിയൻ വിഷമിക്കാതിരി. മറ്റന്നാൾ അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ആ ജയ്സനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല അവർ സമ്മതിക്കുമെന്ന്. അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാരുടെ മുമ്പിൽ എത്രയാന്ന് വെച്ചാൽ അവൻ അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ടല്ല അവൻ്റെ അമ്മയാണ്. ആ ഓട്ടോയിൽ തന്നെയാ, അതിൽ തന്നെ മറന്നുപോയേക്കണത്. അതെനിക്ക് ഉറപ്പാ. ഏത് ഓട്ടോ? ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിലാണ് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. അയാളുടെ വീട് ചാലിശ്ശേരി കുരിശുപള്ളിക്ക് പുറകിലെന്നാ പറഞ്ഞത്. ഉടനെ നമുക്ക് പോയി അന്വേഷിക്കാം. ആ വണ്ടി നമ്പറോ അയാളുടെ പേരോ വല്ലതും അറിയൂ? അയാളുടെ പേര് പറഞ്ഞതാ, പക്ഷേ ഞാൻ മറന്നുപോയി. ഛേ, ഇനി നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാൾ വീട്ടിലുണ്ടാകുമാവും. അല്ല, ഈ ആ ഓട്ടോ തന്നെയാണോ പണം? ഇനി ആർക്കെങ്കിലും കിട്ടിയോ? ഇത് ഇപ്പം നമ്മളിപ്പോൾ ഇതെങ്ങനെ അറിയും? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. വാളിയ, ഇനി ഇങ്ങനെ പറഞ്ഞു തന്ന സമയം പോവും. നമുക്ക് ആ ചാലിശ്ശേരി പോയി അന്വേഷിക്കാം. വാ. നീ ഇതെല്ലാം കൂടി ഒറ്റ ശ്വാസിച്ച് പറഞ്ഞ എനിക്ക് മനസ്സിലാവണ്ടേ? എടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലേ ചടപടാന്ന് പറയണ ചെയ്യണം. സമയം പാഴാക്കിയിട്ട് ഒറ്റ കാര്യമില്ല. അയാളത് ഒറിജിനൽ ആളെ കണ്ടുപിടിച്ച് പണം ഏൽപ്പിക്കുന്നതിന് മുമ്പേ അവിടെ നമ്മളെത്തി ആ പണം അങ്ങോട്ട് മേടിച്ചെടുക്കണം. എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഈ കേട്ടതും പറഞ്ഞതൊക്കെ വെച്ച് പെർഫോം ചെയ്യുമേ ചെറുതായിട്ടൊന്ന് പാളിയാലേ പാളി തന്നെയാണ്. പാളരുത്, പാളാൻ സമ്മതിക്കരുത്. ഓഹോ, നിന്റെ അങ്കിളിന്റെ പണം നഷ്ടപ്പെട്ടു. എനിക്ക് 2 അങ്കിൾമാരുണ്ടല്ലോ, മാത്യുവും ടോമിയും. എടാ, അതിൽ ഒരാളുടെ പണമാണെന്ന് അങ്ങോട്ട് കാച്ചിക്കോ. അപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. നേരെ ചെല്ലുന്നു, കാര്യം പറയുന്നു, കാശി മേടിക്കുന്നു. അത്രയുള്ള പിന്നല്ലാതെ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21 അധ്യായം 6 വാക്യം. നീങ്ങൊന്നേ. വാ. ജോണിയേട്ടാ, ജോണിയേട്ടോ, ആളിയാ, ഞാനിപ്പോൾ പറഞ്ഞ ആളിതാ. ഇവര് ചേട്ടനെ തിരക്കി വന്നവരാ. കുരിശുപള്ളിയുടെ അവിടെ വെച്ച് കണ്ടതാ. പറഞ്ഞ അടയാളം വെച്ച് നോക്കിയപ്പോൾ അത് ചേട്ടനാന്ന് എനിക്ക് തോന്നി. അതാ ഞാനിങ്ങ് കൂട്ടിയിട്ട് പോകുന്നത്. എന്നാ ഞാൻ ചെല്ലട്ടെ ചേട്ടാ? ഓ, ശരി ശരി. ആ, ഓക്കെ. ആ, ശരി. വാ, നിങ്ങളകത്തേക്ക് വാ. വാളിയ, വാ വാ, ഇരിക്കും. അതെ ചേട്ടാ, ആ, എൻ്റെ കയ്യിലിരുന്ന ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ കുറച്ച് പണം നഷ്ടപ്പെട്ടു പോയി. അത് ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ ചേട്ടൻ്റെ ഓട്ടോയിൽ വെച്ചാണോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ പേടിക്കണ്ട, അതെൻ്റെ ഓട്ടോയിൽ തന്നെയാണ്. പണം എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോയ ഉടനെ ഞാൻ തിരിച്ചു പോന്നു. ഓട്ടോ സ്റ്റാൻഡിൽ വരുമ്പോഴാ പിന്നിലിരിക്കുന്ന ചോപ്പ് കിറ്റ് ഞാൻ കാണുന്നത്. ഞാൻ ഉടനെ തിരിച്ചു വന്ന് ബസ് സ്റ്റാൻഡ് മുഴുവൻ നോക്കി, കണ്ടില്ല. അവിടെ എങ്ങും കാണാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ഓട്ടോ ഓടിയിട്ടില്ല. ആരേട്ടാ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഇവരാണ് ആ പണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥര്. ചേട്ടൻ പറഞ്ഞതേ ഉള്ളൂ, ആ പണത്തിന്റെ ഉടമസ്ഥരാരായാലും അവരെന്നെ തേടി വരുമെന്ന്. നീ ആ പണം എടുത്തേ. ശരി ഏട്ടാ. ഇതെൻ്റെ അളിയനാണേ, ജോർജ്. എനിക്ക് 2 മക്കളാ. മൂത്താളൊരു പെൺകുട്ടിയാണ്. അയാൾക്കുള്ള സ്ത്രീധന പണമാ ഈ പണമേ. ഓ,
അപ്പൊ എന്നാ കല്യാണം? അല്ല ചേട്ടാ, അത് ഇതാ കാശ്. ആ. ദാ ഒന്ന് എണ്ണി നോക്കിക്കോട്ടോ. ആ ഓക്കെ. ഓ ദേ ഇപ്പോഴാ സമാധാനായത്. അല്ല പേര്? എൻ്റെ പേര് ജോയി. ആ നന്ദിയുണ്ട് ചേട്ടാ. ഓഹോ, ദേ ഇത് ജോയിയുടെ അളിയന. ഇയാളുടെ മകളുടെ കല്യാണ. ഓ അതിന്റെ സ്ത്രീധന തുകയാണ് ഈ പണം. ഓ എന്തായാലും നല്ല ഭാഗ്യമുള്ള കൊച്ചാ അത്. എന്താ കല്യാണം? ദേ എന്നാണെങ്കിലും ഞങ്ങൾ വരും, ക്ഷണിച്ചില്ലെങ്കിലും. അല്ലേ റോസിലി? അല്ല, ഈ സോഫുമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. ഓ ഓ അന്ന് പറഞ്ഞ സ്ത്രീധനത്തുക മുഴുവൻ കൊടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ മോള് കുറേ അനുഭവിച്ചു. ഇത് നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഛേ, എന്താണ് ഇത്? അവസാനം അവര് മോളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഘട്ടമായപ്പോഴാണ് ഈ എൻ്റെ പെങ്ങളുടെ കുറച്ച് സ്വർണം കടമായി വാങ്ങി പണയം വെച്ചെടുത്തതാ ഈ കാശ്. എന്തായാലും പണം നഷ്ടപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? അതെ, ഇപ്പോഴത്തെ കാലത്ത് ചേട്ടനെ പോലെയുള്ള ആളുകളെ കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നന്ദി ചേട്ടാ. ഞങ്ങളുടെ കുടുംബം എന്നും ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. ഓ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല മോൻ എന്ത് ചെയ്യുന്നു? അല്ല, അവൻ അഗസ്റ്റിൻ ഈ മാസം അവസാനം ഗൾഫിലേക്ക് പോവുകയാണ്. ആ എല്ലാം നന്നായി വരും. ഓഹോ, വാ അകത്തേക്ക് വാ, ഓരോ ചായ കഴിച്ചിട്ട് പോവാ. ഓ അതൊന്നും വേണ്ട. അത് പറ്റില്ല. എന്റെ വീട് വരെ വന്നിട്ടേ ഒരു ചായയെങ്കിലും കുടിക്കാതെ പോയാലേ ഞങ്ങൾക്കത് വിഷമാവും. വാ വാ വാ, അകത്തേക്ക് വാ. വാ. എടാ, ആളവിടെ തന്നെ ഉണ്ടാവോ? പിന്നെ അല്ലാതെ അയാളുടെ വണ്ടി വഴി കിടക്കണില്ലേ? ഓഹോ, എൻ്റെ ആർക്കാണ് പണം കിട്ടിയത്? കിട്ടിയതാ? എടാ കിട്ടിയതല്ല, നഷ്ടപ്പെട്ടു പോയി. അങ്കിളുടെ പണം നഷ്ടപ്പെട്ടു പോയി. ഏയ് നിനക്ക് നല്ല പേടിയുണ്ടല്ലോ അത്. ഈ അങ്ങനെ തോന്നുന്നുണ്ടാ? നീ ഒന്നും പറയണ്ട. മുഖത്തുനിന്ന് പരിഭ്രമം അങ്ങോട്ട് മാറ്റിയിട്ട് ധൈര്യം വരുന്നു. എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. അങ്ങേരെ പറഞ്ഞ് പറ്റിച്ച് കാശ് മേടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ നീ ജോണേട്ടാ, ജോണേട്ടോ. ആ ആൻഡോയോ വാ. ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. എന്റെ ചേട്ടാ, ഞാൻ ചേട്ടനെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്താടാ കാര്യം? എന്താ കാര്യം? ആ എന്റെ ചേട്ടാ, ഇത് ആരാന്നറിയോ? ഇതാ മിൽമേൽ വർക്ക് ചെയ്യുന്ന ക്ലീറ്റസിന്റെ അനിയനല്ലേ? അതെ, ക്ലീറ്റസിന്റെ അനിയൻ ഷെറിഗിള്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കരങ്ങി തെറിഞ്ഞ് വരുന്ന വരവേ എനിക്ക് മനസ്സിലായില്ല. എന്റെ ജോണേട്ടാ, ആ. ചേട്ടന്റെ ഓട്ടോന്ന് ഒരു കിറ്റ് കിട്ടിയില്ലേ? ഓ അതെ. അത് ആരുടെയാ? ഈ ക്ലീറ്റസിന്റെ ആണ്. അല്ല, ചെറുക്കില്. അയ്യോ സോറി ചേട്ടാ, ഷെർഗിൽ എന്ന് വെച്ചാൽ ഈ ഷെർഗിലിന്റെ അങ്കിളിന്റെ ആണ്. അതെ അതെ. എന്താടാ അങ്കിളിന്റെ പേര്? അത് ഈ മാത്യു ടോമി. അല്ല, അത് ഈ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ആങ്ങളെയാണല്ലോ. മാത്രമല്ല അവര് രണ്ടുപേരുണ്ട്, മാത്യു ടോമി. അത് ആരെന്ന് തെളിച്ചാന്ന് പറയും. ടോമിയുടെ പണമാണല്ലോ പോയതല്ലേ? ആ, ചേട്ടൻ പോന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷെറികള് എന്നോട് ഈ വിവരം പറയുന്നത്. എടാ ആൻഡോ, എൻ്റെ അങ്കിളിൻ്റെ പണം ഓട്ടോയിൽ വെച്ച് നഷ്ടപ്പെട്ടെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നഷ്ടപ്പെടില്ല, സത്യസന്ധനായ ഒരു മനുഷ്യന്റെ കയ്യിലാണ് അത് കിട്ടിയിരിക്കുന്നതെന്ന്. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. എടാ അവര് വിരുന്നുകാരൊന്നും അല്ല. പിന്നെ ആരാണ്? നീ ഇപ്പൊ പറഞ്ഞേ ആ ഓട്ടോന്ന് പണം കിട്ടിയത് അതിന്റെ യഥാർത്ഥ അവകാശികളാ ഇവര്. ശരി ചേച്ചി, ശരി ചേട്ടാ, എന്നാ അപ്പൊ ഞങ്ങള് പോയിക്കോട്ടെ. അതെ, ഓ പറഞ്ഞു. നീ പറഞ്ഞ അങ്കിളിന്റെ പണം എനിക്ക് കിട്ടിയിട്ടില്ല.
അത് കിട്ടുമ്പോ തന്നാ മതിയോ? അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. പരാതിയാ? ആ, പോലീസ് സ്റ്റേഷനല്ല. എന്റെ പൊന്നേട്ടാ, എന്റെ അങ്ങളുടെ പണമൊന്നും പോയിട്ടില്ല. ഇവിടെ വന്ന് ഇയാള് പറയുന്ന പോലെ കൂടുന്ന പറഞ്ഞുകൊണ്ട് കൂടെ പോന്നാട്ടാ. എന്റെ പൊന്നേട്ടാ ക്ഷമിക്കണേ. പോടോ. ആൻഡോ ഒന്നും പറയരുത്, ഒന്നും പറയരുത്. ഞാൻ ക്ഷമ പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. ആ, തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.